Annyeonghaseyo. Hello guys. Annyeonghaseyo ഒന്നും കൂടി പറഞ്ഞേക്കാം. ഹലോ annyeonghaseyo. ഹലോ ഗൈസ്, അപ്പോൾ ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന റോബ്ലോക്സിൻ്റെ ഒരു K-pop ക്ലൈമിൻ്റെ ടവറിൻ്റെ ഒരു ഗെയിമാണ് കേട്ടോ. സംഭവം ഇത് വേറെ ഒന്നുമല്ല, ഒരു ക്ലൈമിൻ്റെ 10,000 രൂപ നമ്മൾ വിൻ ചെയ്യുന്നത്. നമ്മളിവിടെ കുറേ സീക്രട്ട് വഴിയൊക്കെ നമുക്കറിയാം. അപ്പോൾ കുറച്ച് കളിച്ച് ഞാൻ അപ്ലോഡ് ഇടണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബെസ്റ്റ് ആയിട്ടുള്ള അനാമിക ആൾ പറഞ്ഞു, എടി ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട് വീഡിയോസ്, അവൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അവൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എടി റോബ്ലോക്സ് നീ കളിക്കടി, റോബ്ലോക്സ് കളിച്ചാൽ മേ ബി നിനക്ക് നല്ലത് കിട്ടും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് റോബ്ലോക്സ് കളിക്കാൻ പറഞ്ഞു. ആൻഡ് അതുകൊണ്ട് മാത്രമല്ല നമ്മൾ റോബ്ലോക്സ് കളിക്കുന്നത്, നമുക്ക് വേറെ ഇഷ്ടവും കാര്യങ്ങളും കൂടി ഉണ്ട് റോബ്ലോക്സ് കളിക്കണേ. നല്ലതല്ല റോബ്ലോക്സ്, നമ്മൾ ഓൾറെഡി കളിക്കണം, പിന്നെ കളിക്കണ്ട എന്ന് വിചാരിച്ചൊരു ഗെയിമാണിത്. ബട്ട് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കേൾക്കാതിരിക്കോ? നമുക്ക് കളിക്കാം. ഇവരെ മാത്രമല്ല കുറേ എൻ്റെ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർ പറയാറുമുണ്ട് ഇങ്ങനെ കളിക്ക് എന്നൊക്കെ, ഓരോ ഗെയിംസൊക്കെ സജസ്റ്റ് ചെയ്യാറുമുണ്ട്. ആൻഡ് നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറുമുണ്ട്. പക്ഷെ എനിക്കറിയാൻ പറ്റുന്നത് ഇന്ന് ഇങ്ങനെ ഇരിക്കണേ, എൻ്റെ മോന്ത ഇന്ന് ഇങ്ങനെ ഇരിക്കണേ. എനിക്കെൻ്റെ മോന്തൊന്നും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒളിച്ചും പത്തും ഓരോരുത്തരെ പറകിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഒന്ന് ഒളിച്ചു കയറി നിന്നിട്ടൊന്ന് നോക്കാതെ എവിടെ മേളിലോട്ടാണ് പോണത്. സോ മേലോട്ട് പോകുന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ പോയേക്കാം. ബട്ട് അത് താഴേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. താഴേക്ക് തന്നെയായിരുന്നു വരുന്നത്. ഞാൻ ചത്ത്. എന്നെ കൊല്ല്. കൊന്നില്ലേ? കൊല്ലുന്നേ. എന്നെ കൊല്ലാൻ എന്താ മടി? ഞാൻ അങ്ങോട്ട് വരാം. എന്നെ ഒന്ന് കൊന്നാലേ എനിക്കെന്ത് കറക്റ്റ് രൂപമായിട്ട് വരാൻ പറ്റും. അങ്ങനെയല്ല, കൊന്നു. താങ്ക് യു. ജസ്റ്റ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ കൊല്ലാൻ ഭയങ്കര മടിയായിരിക്കും. അല്ലാതെ നമ്മളൊന്ന് കൊല്ലണ്ട. നമുക്കിതിൽ ഏതെങ്കിലും രൂപം എടുത്താലോ? വേണ്ട, നമുക്ക് നമ്മുടെ ഓവൻ പൊടി. ഞാൻ ശരിക്കും പറഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തെത്താറായിട്ടുണ്ടെങ്കിലും ഒരുത്തി എന്നെ തള്ളിക്കൊന്നു. ചാട്. എനിക്കത് കാണുന്നില്ല ഒന്നും. അന്നിങ്ങനെ അത് നമുക്ക് ഇഷ്ടമല്ല. കയറിപ്പോയാൽ പോരേ. നിൻ്റെ അത്ര സീക്രട്ട് വഴി കൂടെ എൻ്റെ കൂടെ പറയാൻ വരണോ? ഇല്ല. എന്താ എന്നെ മാത്രം ഇങ്ങനെ എനിക്ക് കാണുന്നത്? സംടൈംസ് എനിക്ക് ഇങ്ങനെയാണ് എന്നെ കാണാൻ സാധിക്കുന്നത്. കയറിപ്പോയത് മണ്ടയിൽ. വേം സീസ് യു. വേം എവിടെ കാണുന്നത്? വേണോ? ഹൈ വേം, ഹാവ് എ ഗുഡ് ലക്ക് ഫോർ യു. പഴത്തൊലിയൊക്കെ ഇട്ട് വെച്ചിരിക്കുക നമ്മളെ പണിയാക്കാൻ. ജസ്റ്റ് മിസ്. എടാ താഴെ ഒന്നുണ്ട്, താഴെ എടി വേമേ താഴെ. അങ്ങനെ തന്നെ താഴെ പോ. താഴെ തന്നെ ഓടിക്കോടാ. ഓടിക്കോ. ഇങ്ങനെ അങ്ങ് ഓടിയാൽ മതി. കണ്ണ് വെട്ടിച്ചിട്ടൊക്കെ ഓടിയാൽ സെറ്റ്. ഇടയ്ക്കൊന്നിങ്ങനെ മേളിലോട്ട് കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. താഴോട്ട് വരികയാണ് മേലോട്ട്. എനിക്ക് ഈ ഗെയിം ഭയങ്കര ടഫാട്ടോ. അയ്യോ ഞാൻ ചത്തേ. ശരിക്കും ഇപ്പം നമ്മുടെ ബോഡിയൊക്കെ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ അനശ്വര. എൻ്റെ ഐഡിൻ്റെ പേര് ഓർമ്മയുണ്ടോ എന്നാണ്. ഈ കാണുന്നവരൊക്കെ ഇതിൽ കയറി സപ്പോർട്ട് ചെയ്യണം. നമ്മളെ മൈൻക്രാഫ്റ്റ് മാത്രമല്ല നമ്മൾ കളിക്കുന്നത്, റോബ്ലോക്സ് കൊണ്ട് നിങ്ങൾക്ക് കയറി ഗെയിമാണെങ്കിൽ നമ്മൾ കളിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ മോഹം കാണാൻ വേണ്ടിയാണ് നമ്മൾ അതും കൂടി ചെയ്തത്. ഓക്കെ, സെറ്റാക്കിയത്. എനിക്കിതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി. ഒരു റോബ്ലോക്സും കൂടി കൊടുക്കാതെയാണ് ഈ ഡ്രസ്സൊക്കെ ഞാൻ മേടിച്ചത്. ഇതേ രൂപങ്ങളാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്. സോ നമുക്ക് ആ രൂപങ്ങളൊന്ന് കാണാം. ഇതിവിടെ കുറേ രൂപങ്ങളുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു മേ ബി കറങ്ങാനും കാര്യങ്ങളൊക്കെ എളുപ്പം ഈ പെണ്ണാണ്. സോ നമുക്ക് ഈ പെണ്ണാണ്. പെണ്ണല്ല, ആണും ഉണ്ട് കേട്ടോ. ബട്ട് നമ്മൾ പെണ്ണാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലൈം ചെയ്തൊക്കെ മേലോട്ട് പോവാം. ഇത് ചാടാൻ നല്ലൊരാളാണെന്ന് തോന്നുന്നു. കണ്ട് ഇങ്ങനെയൊക്കെ ചാടാൻ പറ്റും. മറ്റേതാണെങ്കിൽ കറങ്ങിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല.
അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡേ താട്ടോ എന്നെ പിടിച്ചോ, എന്നെ പിടിക്കണോ. നമുക്ക് പിറകെ അങ്ങ് പോയേക്കാം. പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചാടും. ചിലപ്പോൾ താഴത്തെ നിലയ്ക്ക് മാത്രമായിരിക്കും എത്തുന്നത്. ചടിച്ചടി പോയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കല്ലേ, കുറച്ചും കൂടി അങ്ങോട്ട് എടുത്ത് പോയിട്ട് ചാടുക. സേഫിലോട്ടേക്ക് കയറാം. ഞാൻ താഴോട്ട് പോകുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് കയറി പോവാം. അയ്യോ സെറ്റായില്ല, ഇങ്ങനെ വന്ന് എൻ്റെ തലയല്ലേ ഉരുണ്ട് പോയത്. ഓക്കെ സെറ്റായി. ഇവളെന്താ കാണിക്കുന്നത് എനിക്കറിയില്ല അവളെന്താ കാണിക്കുക. ഇതെന്താ കോഡ് നമുക്ക് നോക്കി വയ്ക്കാം. 6 7 6 + 7 ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താ അത് വരാത്ത? 6 + 7 ആണോ? Wait guys. തുറക്ക്. എൻ്റെ ബാക്കിൽ എന്താണ്? ചേട്ടാ ഇപ്പം കാണിച്ചേ ഉള്ളൂ. അതന്നെ, ഒറ്റയടിക്കങ്ങ് പോകണം. എന്താ വരത്തെ? എന്തെങ്കിലും ആവട്ടെ. ലൈക്ക് ദ ഗെയിം ആൻഡ് ജോയിൻ ദ ഗ്രൂപ്പ് ടു അൺലോക്ക്. ചെടി ഫ്രീ മോർഫിക്സ്. നമ്മുടെ ബോഡി ഫ്രീ ആയിട്ട് കൊടുക്കും. നമുക്ക് കുറച്ച് പൈസ കൂടി ഉണ്ടാക്കിയിട്ടൊന്ന് പോവാം. പൈസ ഉണ്ടാക്കാൻ നമ്മൾ മിടിക്കുകയാണ്. ഇങ്ങനെ ചടിപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചടിപ്പോ വലിയ കുഴപ്പമില്ല. സപ്പോർട്ട് നിന്ന് നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് പോകാൻ പറ്റില്ല പെട്ടെന്ന്. നമ്മൾ മൊബൈലിൽ കളിക്കുന്ന ഒരു ഗെയിമർ ആയതുകൊണ്ടും കൂടി ഒറ്റയടിക്ക് പോകുന്ന ഇച്ചിരി പാട് തന്നെയാണ്. ഇവിടെ കണ്ടുകെട്ട് 200 ആണ്, അവിടെ 200 ആണ്. ഇവിടെ ഞാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ കുറച്ച് പാടാണ്. അറ്റത്ത് വന്നിട്ട് ഒറ്റ ജമ്പ് അങ്ങനെ തന്നെ. ഒരു കാര്യം പറയുമ്പോൾ ഞാനിങ്ങനെ ജമ്പ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കാലും കൂടി കിടന്ന് ഇവിടെ പൊങ്ങുന്നുണ്ട്. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഇതാക്കി അപ്പം ഇനി ഇതായിരിക്കുമോ? ഇനി ഇതാണോ? അയ്യോ അതല്ല കേട്ടോ. ഇതാക്കി ഇനി ആരെങ്കിലും വരും വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. എനിക്കിതാണെന്ന് അറിയാം. ഇനി അപ്പുറത്തേക്ക് ഇങ്ങനെ കിടക്കും. ഓക്കെ, അടുത്ത് എങ്ങനെയാണ് പോണേ? ഡി ഒന്ന് പോവോ? എടി പ്രാന്തിക്കാളി, നാണമില്ലാത്തവളെ എന്നെ കൊല്ലാൻ നോക്കിയ നാണമില്ലാത്തവളെ. ഇനി അങ്ങനെ തന്നെ വിളിക്കണം. നാണമില്ലാത്ത എന്താ ചത്ത? എനിക്ക് വയ്യ. അപ്പടി 250 കുണുമൊക്കെയാണ് ഞാൻ പോണത്. അതിനേക്കാൾ നല്ലതാണ് ഇത്. സിമ്പിളായിട്ട് പോകാൻ പറ്റും. എല്ലാവരും ചാടി പോകുമ്പോൾ ഞാൻ ചാടാതെ അങ്ങനെ പോകും. അതാണ് എൻ്റെ കഴിവ്. $250 കയ്യിലാക്കിയിട്ടേ കാര്യമുള്ളൂ. എന്നെപ്പോലെ മൊബൈൽ ഗെയിമറാണെന്ന് എനിക്ക് തോന്നുന്നു. ഗെയിമാണ് തോന്നുന്നത്. കാരണം നിന്ന് പോകുന്നത് ഇവനൊക്കെ കമ്പ്യൂട്ടറിൽ എന്തോണ് കളിക്കുന്നത്. ഇതെന്താ ഗൈസ്? അങ്ങനെ ഇത് സംഭവം ഇങ്ങനെ വർക്ക് ചെയ്യണേ.
എങ്ങനെയാലും നമ്മൾ തിരിച്ച് കൊണ്ടാക്കും. താങ്ക് യു. തിരിഞ്ഞ് വരണ്ടേ. നമ്മൾ 10,000 രൂപയാണ് നമ്മുടെ ഇത് കുറച്ച് ലെങ്ത്താണ്. 10,000 രൂപ കിട്ടിയിട്ടേ നമ്മൾ പോകുള്ളൂ. നമ്മുടെ വീഡിയോസ് ആരും കാണില്ല. ഇതൊരു കാര്യം പറ്റും, ലൈക്ക് അടിക്കാത്തവരെയൊക്കെ എക്സാമിന് നിങ്ങളൊക്കെ ജയിച്ച് കാണും. എൻ്റെ അടുത്ത എക്സാം ആകുമ്പോൾ, സ്കൂൾ തുറക്കുമ്പോൾ എക്സാം ആകുമ്പോൾ അല്ലാണോ പൊട്ടിപ്പോട്ടെ. എൻ്റെ ലൈക്ക് അടിക്കാത്തതൊക്കെ അല്ലാണോ പൊട്ടിപ്പോട്ടെ. നിങ്ങൾക്ക് എന്താണെന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ പൊട്ടിപ്പോട്ടെ. എന്നൊക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ വെറുതെ പറഞ്ഞിട്ടോ. ഞാൻ പാവം അമ്മേ, ഞാൻ ചത്തില്ല. എനിക്കിതൊന്ന് പഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇന്ന് ഉപേക്ഷിക്കും. കുഷി പറ്റില്ലേ. ഇതെങ്ങനെ സംഭവം? എനിക്ക് ആദ്യം ഒന്ന് പറഞ്ഞിട്ടു ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. സ്ലാപ്പിൻ്റെ മെത്തേഡ് ഞാൻ കുറച്ച് നമുക്ക് ഇഷ്ടമാണ് പറഞ്ഞത്. സോ നമുക്ക് സ്ലാപ്പ് എടുക്കാം. പടി അടിക്കടിക്ക് അടിക്കി അങ്ങനെ തന്നെ. എങ്ങനെ ഉണ്ടീ? വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടേ? പോ ബാ എൻ്റെ പുറകെ വാ. എടി എൻ്റെ പുറകെ വടി. പമ്പിള രക്ഷോട്ട് പോട്ടെ. എന്നോട് എൻ്റെ പുറകെയാണ്. സൂപ്പർ. ഗോ ബാക്ക്. നമുക്കൊന്നും കൂടി ചേരിക്കാം. എന്തായാലും നമ്മൾ ഏറ്റവും താഴെയാണ് എത്തിയത്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 10,000 രൂപ കൊണ്ടുപോകും. ഞാൻ കുറേ നാളായി ഇതിൻ്റെ പിറകെ നടക്കുന്നു. ഇന്ന് ലാസ്റ്റാണ് വെക്കേഷൻ്റെ. ഇന്നിങ്ങനെ പോകണം. ഞാൻ പറഞ്ഞു ഞാൻ ചത്ത്. എന്നെ ഒന്ന് പറയൂ, ഞാൻ ചത്തില്ലായിരുന്നു. ചത്ത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പൊടി അവിടെ കിടപ്പുണ്ട്. ഇത് ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് വരും വീണ്ടും. എനിക്ക് 10,000 രൂപ എടുക്കുമെന്ന് കുറേ അത്ര. ഗൈസ്, നിങ്ങൾ ആരോ കാണാറുണ്ടോ? ലൂയിസ് ആരോ എൻ്റെ ചാനൽ. എൻ്റെ ലൂയിസ് ആരോ അതിൽ ഓരോ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ അതിൽ ഇതേപോലൊരു ക്ലൈമിൻ്റെ ഇത് കളിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് കളിച്ചപ്പോൾ ഒറ്റ ഇതിൽ 10,000 രൂപ കളിച്ചു നോക്കി. എനിക്ക് മാത്രം പറഞ്ഞിട്ടില്ല. പക്ഷെ പിക്സൽ പ്രിൻസസ് എന്നെപ്പോലെ ആയിരുന്നു. അതൊരുക്കുമ്പോൾ സമാധാനം. ചാടി ഓടി അമ്മേ ഇപ്പം വീണേനെ. ഹായ്, എങ്ങോട്ടല്ലാതെ കൂടി ഓടണേ. ഞാനും ഉണ്ട്. എൻ്റെ മുഖം അവിടെ കാണിക്കുന്നുണ്ടേ. ഈ പോകുന്നവന്മാരൊന്നും റിയൽ അല്ല എന്നൊക്കെ മനസ്സിലായോ? അവരുടെ മുഖമൊക്കെ മാറി കാണുന്നുണ്ടോ? ഇടി പെണ്ണേ, ഇതാ അത് പോണ് മറ്റേ പെണ്ണിൻ്റെ പുറകെ. നീ ഓടിവാ, നമുക്ക് അങ്ങ് പോയാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഇത്. മറ്റേ പെൺകുട്ടി ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ബാ, എന്നെ പിടിക്കാനാണ് തോന്നുന്നു. എന്നെ പിടിക്കാൻ തന്നെയാണ്, മനസ്സിലായി. എന്നെ പിടിക്കാൻ നിനക്കിപ്പോൾ പറ്റും. താഴെയുള്ള ആരൊക്കെ ഒന്ന് പിടിക്കരുത് പെട്ടെന്ന്. അയ്യോ, അങ്ങനെയല്ല, എന്നെയല്ല, അങ്ങനെ പിടിച്ചാൽ മതി. ദാ പെണ്ണിനെ പിടിച്ചാൽ മതി. ഓടിവാ. എടി, നിന്നടുത്തല്ല മറ്റൊത്തല്ല ഓടി വരാൻ പറഞ്ഞേ. ആരെങ്കിലും പോയി നിന്നൊന്ന് പിടിക്കോ? നീ ഒന്ന് താഴോട്ട് പോയാലും ഞങ്ങൾക്കൊക്കെ മുകളിലോട്ട് പോകാൻ പറ്റും. അത് നീ മനസ്സിലാക്കണം. ഞാൻ ഇതോ വരുന്നു. താഴെയുള്ള ആരെങ്കിലും പോയി പിടിക്കേ. നീ ഒന്ന് താഴോട്ട് നീ കുറച്ച് താഴോട്ട് മതി.
ബൈ ബൈ. ഇങ്ങനെ ഓടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ പിറകെ തന്നെ വന്നാൽ അത്രയും നല്ലതാണ്. എൻ്റെ പിറകെ പറഞ്ഞാൽ നല്ലത് നല്ലത്. അല്ലാതെ ഓട്ടിക്കാൻ പറഞ്ഞാൽ ഒടുക്കത്തെ പാടാം. VMCC നമുക്ക് ഇതിൻ്റെ മണ്ടിയിൽ നിന്നിട്ട് നോക്കാം ആരാണ് നമ്മളൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ വരുമ്പോൾ കുറച്ച് നേരം എടുക്കും. നമുക്ക് ഒരു സേഫ് സോണെങ്കിലും കയറാനുള്ള ടൈം കിട്ടും. ഒരു സേഫ് സോണെങ്കിലും അതെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സംടൈം നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസായപ്പോൾ അതിന് ഇവിടെ അങ്ങനെയാണ് എൻ്റെ പിറകെ പറഞ്ഞേ. ഇടയ്ക്ക് വെച്ച് ഗ്ലിച്ചാവുകയോ ഇടയ്ക്ക് വെച്ചാണെങ്കിൽ നിൽക്കുകയോ ചെയ്താൽ ഞാൻ പെട്ടു. ടോപ്പിലെത്തിയിട്ട് ഇവനെ എങ്ങനെ ഇതാക്കാം. ഗൈസ് വെയിറ്റ് മിനിറ്റ്, പപ്പ വിളിക്കുന്നുണ്ട്, ഒറ്റ സെക്കൻഡ്. സോറി ഗൈസ്, ഞാനാണെങ്കിൽ അച്ഛനും വെച്ചിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് പോയി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മറ്റേ സ്ഥലം എനിക്കത് പോയി. നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവെന്താ കൊന്നാ അമ്പടി ഭീകരേ എന്നെ ഇപ്പം ഇങ്ങനെ കാണുന്നു. പ്രശ്നം ഞാനറിയ ഇത് ഇങ്ങനെ ഒന്നുകൂടി ഗെയിം തുടങ്ങി വരിക. ഒന്നുകൂടി ഗെയിം തുടങ്ങും. ഇതെപ്പോഴും ഇതാണ് വെയിറ്റ് കണ്ടോണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ബോഡി സെറ്റ് ചെയ്ത് തവണ നമ്മളത് ജയിക്കും. നിങ്ങൾ ആ പെൺപിള്ളേ ഇങ്ങനെ തോന്നില്ലേ? ഇത് ഇഷ്ടമില്ല. സീക്രട്ട് വഴി കണ്ടിട്ട് നമുക്ക് ഫോൺ ചെയ്തിട്ട് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പോകുന്ന കണ്ടാണ് ഓരോരുത്തർ വരാറ്. മേബി നമ്മൾ നേരത്തെ കണ്ടാൽ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്ക് നേരെ ഓടിക്കാം. അവൾ എന്നെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് പോകാം. ചെറുതായിട്ട് ചേട്ടനെ പോലെ ഉണ്ടോ എന്നൊരു സംശയം. ഇല്ല, അത് നമുക്ക് നോക്കാൻ ആവശ്യമില്ല. നമുക്ക് ഓടും. ഓഫ്, കഴിഞ്ഞോളാം. അവിടെ എത്താൻ പറ്റിയില്ലേ? വരുന്നുണ്ട്. കൂടി അവിടെ എത്താൻ പറ്റും മനസ്സ് പറയുന്നു. കുറച്ചുകൂടി താഴെ പോകുന്നുണ്ട്. താഴെ നോക്കി കിടക്കേ. താഴെ ആരെങ്കിലും ഉണ്ടാവും. നമുക്ക് താഴെ ആരെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ജയിക്കാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലും എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഹലോ, ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. എൻ്റെ പുറകെ തന്നെ ഉണ്ട്. തക്കത്തെ നമുക്ക് സേഫ് സോണിൽ നിന്നിട്ട് അവിടെ പോയി നിൽക്കാം. അതായത് മുമ്പ് നമുക്കൊരു സേഫ് സോണിലും കയറാൻ പറ്റില്ല. എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് രക്ഷപ്പെടാം. അത് വെള്ളോട്ട് നിനക്കുന്നത് അവന് ബുദ്ധിയുണ്ട്. സോണിൽ കൊണ്ടു കയറാൻ പറ്റുന്നു. വളഞ്ഞു വരല്ലേ? ഓ, രക്ഷപ്പെട്ടു. ഇത് മേളോട്ടുള്ള പോകുന്നുണ്ട്. ഞാൻ അവളെ പിടിക്കുക. അപ്പം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ കൂടെ ആരും നിൽക്കണ്ടോ? പക്ഷെ എൻ്റെ മോളെ കാണാൻ കൊള്ളാലോ. അതിനോട് മുടിയും ഡ്രസ്സിങ് സ്റ്റൈലും നല്ല രസമുണ്ട്. വരുന്നുണ്ട്. ഇതോ വരുത്തേ. ഇനി എൻ്റെ മണ്ടക്കറി പോകാത്തതോ വരുന്നത്. എടാ, നീ താഴെ ആരെങ്കിലും ഉണ്ടാ? ഇടി പോവല്. ഡോറിമോൻ പ്രോയാണ് അവള്. അവളുടെ പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഗ്ലിച്ചാണ്. ആ ഗ്ലിച്ച് മാറിക്കഴിഞ്ഞാൽ മറ്റവള് കുറേ നേരമായി അവൾ മറ്റേ മണ്ട എത്തിക്കാണും. ഇവൻ ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. പേടിയുണ്ട്. ഇങ്ങനെ നിൽക്കുക. അവൾ സ്റ്റാപ്പ് ചെയ്താലോ? ഉണ്ടാവില്ല. ഇപ്പം ഗ്ലിച്ച് കണ്ട ഇല്ല എന്നർത്ഥം. കൊണ്ട് അവരൊന്നുമില്ല, പോയി. നമുക്കൊന്ന് പോയേക്കാം.
ഇത് മൊത്തത്തിൽ ഗ്ലിച്ചാണ്. സംടൈംസ് ഗ്ലിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്താ അത് പോവാത്തൊന്നും? ഞാൻ പറഞ്ഞില്ല ഗ്ലിച്ച് എനിക്കിട്ട് പണി പറ്റിച്ചു. എനിക്ക് മൂവ് ആക്കാൻ പറ്റുള്ള ഗ്ലിച്ച് എനിക്കിട്ട് പണി തന്നെ വെച്ചു തോന്നുന്നു. ഞാൻ മരിച്ചു. അതെ ഗൈസ്, നമ്മൾ മരിച്ചു. നമ്മളിങ്ങനെ കാണിച്ച് പറ്റിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, എന്നെ കൊന്നു. സംടൈംസ് ഇങ്ങനത്തെ ഗ്ലിച്ച് വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മൾ തന്നെ പറഞ്ഞ് ഇതാക്കണം. തുടങ്ങി എല്ലാത്തിൻ്റെ കണ്ണോട്ട് ചോറ് നോക്കൂ. അതൊക്കെ വരുന്നതൊക്കെ പറയുന്നു. ഹായ് ബൈ ബൈ, ഞാൻ പോവാ. നമുക്ക് അത് സംസാരിക്കുകയാണെങ്കിൽ താഴെ വന്നിട്ട് സംസാരിക്കാം. നിന്നെയായിട്ട് ഓട്ടിക്കുന്നതായിരിക്കും. എൻ്റെ പേര് അനശ്വരയാണ്. എല്ലാവരും എന്നെ അനു എന്ന് വിളിക്കും. നിന്നെ ഞാനെന്ന് കൊല്ലുവടി. വാടി എൻ്റെ പുറകെ വാ. ഇതെൻ്റെ പുറകെ വന്നാ നീ വരണ്ട, ഞാൻ പൊക്കോളാം. എന്തോ എനിക്ക് എൻ്റെ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് കളിച്ചാൽ എനിക്ക് സുഖം കിട്ടില്ല. പക്ഷെ എൻ്റെ രൂപത്തിൽ നിന്ന് കളിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖമാണ്. അമ്മച്ചി എഴുത്തുണ്ട് താഴോട്ടോ മേളോട്ട്. സ്പീഡ് ഈസ് ആർ വെരി ഇമ്പോർട്ടൻ്റ്. ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കണ്ടേ ചാടി മോളെ. ഓർമ്മയുണ്ടോ? ചാട്. എനിക്ക് പറഞ്ഞ ചാവുന്ന സാഹചര്യമുണ്ട്. ഓം CCU ഓർഡർ ചെയ്താം. CCU ഓടിക്കോ. ഞാനെപ്പോഴാ വീണേ? അല്ലെങ്കിൽ മേ ബി അപ്പൻ്റെ ഇവിടെ എവിടെയെങ്കിലും എത്തിക്കണം. ജസ്റ്റ് മിസ്. ഞാൻ ചത്തില്ല. ഓടിക്കോടി. ഈ പെണ്ണിന് അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. എനിക്കറിയാമായിരുന്നു. അതുവരെ പോകാൻ പറ്റുള്ളൂ. രണ്ടിനും ആ കളറ് കഴിഞ്ഞ് പോകാൻ പറ്റില്ല. നീ ഒന്ന് താഴോട്ട് പോവോ? എന്താ താഴൊരു പെണ്ണുമ്പിള്ള. എടി തോണ്ട് താഴൊരു പെണ്ണുമ്പിള്ള. താഴെ ഈ പെണ്ണെ അവിടെ ആരിയ്ക്കണ്? എടി താഴെ ഒരാൾ. താഴെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അവൾ അവിടെ പോയിട്ട് എന്തിനു കിട്ടാൻ അവൾക്ക്? ഹലോ, എൻ്റെ പുറകെ വരുന്നോ? ദുഷ്ടത്തി. ആറി എന്നെ കൊല്ലാൻ നോക്കിയത്. ഇവന്മാരുടെ ഓരോ പരസ്യമാണ്. പക്ഷെ കൊല്ലാൻ നോക്കുന്നത് എന്തിനാണ്? എന്നെയൊക്കെ കൊന്നിട്ട് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. 25 മിനിറ്റായ സംശയം. സോറി ഗൈസ്, കളിച്ചപ്പോൾ നമുക്ക് മാറിപ്പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പാർട്ടി ഉടഞ്ഞവർ ബൈ.